Not 220, 200. Okay, QR code. Good morning again from Bengaluru. Again it's a Sunday. എനിക്കിവിടെ ഗുഡ് മോർണിംഗ് ആണ് കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുന്ന സമയം എപ്പോഴാണെന്ന് എനിക്കറിയില്ല. പിന്നെ നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോയിൽ ഓരോ ചേഞ്ച് നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ വ്ളോഗ്സ് ഇനി മുതൽ മോസ്റ്റ്ലി ഇങ്ങനെ ആയിരിക്കും വരിക. ബെറ്റർ ക്വാളിറ്റി ആൻഡ് എക്സ്പീരിയൻസ് ഫോർ അവർ വ്യൂവേഴ്സ്. അതിന് വേണ്ടിയിട്ട് പണമെറിഞ്ഞു, പൈസ മുടക്കി, സാധനങ്ങൾ എടുത്തു. ഇപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ വ്ളോഗിങ് സെറ്റപ്പ്. എങ്ങനെ കത്തിച്ച് പോയിട്ടെന്താ, അവിടെ ട്രാഫിക്കിൽ ചെന്നിട്ട് നിൽക്കാനാ. സോ നമുക്ക് പതുക്കെ പോവാം. ഇത് ജസ്റ്റ് ഒരു ഡെയിലി ലൈഫ് വ്ളോഗാണ്. എൻ്റെ ഒരു ഡേ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് സ്ട്രെയിറ്റ് നമുക്ക് പോകാം, ബട്ട് നമുക്ക് സ്ട്രെയിറ്റ് അല്ല പോകേണ്ടത്, റൈറ്റ് എടുക്കണം. കോർമംഗലം സൈഡിലോട്ടാണ്. കോർമംഗലം സൈഡിലോട്ടല്ല, കോർമംഗലം കഴിഞ്ഞിട്ട് പോകണം. വൈറ്റ് ഫീൽഡ് ഭാഗത്തോട്ടാണ് എനിക്ക് ഇന്ന് പോകേണ്ടത്. ഇതാണെങ്കിൽ മടിവാള, തവരക്കര ആ ഒരു ഏരിയയാണ്. അവിടെ നെക്സസ് കോർമംഗലം ഉണ്ട്. നമുക്കുള്ള പച്ച കത്തിയിട്ടുണ്ട്. ഓരോ ദിവസവും ഇതൊക്കെയാണ് നമ്മുടെ സ്ട്രെസ് ബസ്റ്റേഴ്സ്. ഇവിടെ വേറൊരു രസം കൂടെ ഉണ്ട്. ഇവിടെ ഭയങ്കര ഫ്യൂവൽ എക്സ്പെൻസ് കേട്ടോ. നമ്മുടെ നാട്ടിലെത്തതിനേക്കാളും നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു 106, 107 എന്തോ ആണ് റേറ്റ് എന്ന് വിചാരിച്ചോ. ഇവിടെ ഒരു 4-3 രൂപ കുറവുണ്ടാവും. 102, 103 അടുത്തേക്കാണ് ഇവിടുത്തെ പ്രൈസ്. പക്ഷേ ആ ഒരു പ്രൈസ് ഡിഫറൻസ് ഒന്നും നമ്മളെ ബാധിക്കില്ല മീൻസ് അതിന് നമ്മളിപ്പോൾ ആ ലാഭിക്കുന്ന പൈസൻ്റെ എത്രയോ മടങ്ങ് ഇവിടെ ട്രാഫിക്കിൽ നിന്നിട്ട് നമ്മുടെ പെട്രോള് കത്തിത്തീരും. സോ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇന്നലെയൊക്കെ എത്ര നേരമാണ് ഞാൻ കോർമംഗലം സൈഡിൽ ട്രാഫിക്കിൽ കുടുങ്ങി കിടന്നതെന്ന് അറിയോ. അവിടെ ഇങ്ങനെ കിടന്നിട്ട് വണ്ടി ഹീറ്റ് ആവുക. 200 രൂപക്ക് അടിച്ചിട്ട് 20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ടോയെന്ന് ഇപ്പോൾ ഡൗട്ടാണ്. കാരണം ഇന്നലെ പോയി തിരിച്ചെത്തിയപ്പോഴേക്ക് വണ്ടി റിസർവ് ആയിട്ടുണ്ട്. ഇന്നും 200 രൂപക്ക് അടിച്ചു. ഇതും പോയി വരുമ്പോഴേക്ക് റിസർവ് ആവും. അതാണ് ഇപ്പോഴത്തെ ബാംഗ്ലൂരിലെ ട്രാഫിക്കിൻ്റെ സിറ്റുവേഷൻ. ഇങ്ങനത്തെ ഓരോ വള്ളി, ഇവിടെ ട്രാഫിക് പച്ചായി നിൽക്കുന്ന സമയത്താണ് ഓരോരുത്തർ വള്ളിയും പിടിച്ച് കയറി വരിക. മാക്സിമം നമ്മൾ ഒഴിവാക്കി വിടുക, എന്നാൽ മാത്രമേ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഇപ്പോൾ മോസ്റ്റ്ലി വ്ളോഗ്സൊക്കെ ചെയ്യുന്നത് വീക്ക് ഡേയ്സിൽ ചെയ്യാറില്ല. ഇപ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങുന്നത് തന്നെ വീക്കെൻഡ്സിൽ മാത്രം, സാറ്റർഡേ ആൻഡ് സൺഡേ. അല്ലാത്ത ദിവസം ഞാൻ സ്കൂട്ടർ യൂസ് ചെയ്യും. സ്കൂട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ പോയി, അല്ലെങ്കിൽ എൻ്റെ ആവശ്യത്തിനുള്ള ട്രാവൽ പർപ്പസൊക്കെ പോയി വരുമ്പോഴേക്ക് ഏറിപ്പോയൊരു 100-150 രൂപേൻ്റെ പെട്രോൾ എക്സ്പെൻസാണ് വരിക. ബാക്കി പിന്നെ ഒരു ബാക്ക് പെയിൻ ഉണ്ടാവും. കാരണം സ്കൂട്ടർ ആ ഒരു ഇരുന്നിട്ട് ഓടിക്കുന്നതിൻ്റെ അതുമാത്രം. പക്ഷേ ഈ ബൈക്ക് എടുക്കുമ്പോൾ എന്നും അറ്റ്ലീസ്റ്റ് ഒരു 200 റുപ്പീസിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ മേലോട്ട് ഫ്യൂൽ എക്സ്പെൻസ് ഒക്കെ കൂടെ വരും. മെയിൻ്റെനൻസ് വേറെ, അത് വേറൊരു സ്റ്റോറിയാണ് അടുത്ത ദിവസത്തേക്കുള്ളത്. സോ അങ്ങനെയാണ് നമ്മുടെ ബാംഗ്ലൂർ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു ഏരിയയിലൊക്കെ ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് കിട്ടും. നമുക്ക് കൂടാൻ പറ്റുകയാണെങ്കിൽ ഇടയ്ക്ക് എവിടെയെങ്കിലും ചെന്നിട്ട് ചായയൊക്കെ കുടിക്കാം, നൈസായിട്ട് കഥകൾ പറഞ്ഞിരിക്കാം. ഞാൻ നൈറ്റൊക്കെ ആയിട്ട് ഫ്രീ ആവുള്ളൂ. അല്ലാത്ത ദിവസം മോസ്റ്റ്ലി വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ട് പോകും. ഓരോ ദിവസവും അങ്ങനെ പോകും. ഇവിടെ റോഡ് ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് തോന്നുമെങ്കിൽ റോഡിൽ ഭയങ്കരമായിട്ടുള്ള ഈ അണ്ടുലേഷൻസ് ഉണ്ട്. അതായത് നമ്മളിങ്ങനെ ഓവർ സ്പീഡ് പോയി കഴിഞ്ഞാൽ പിന്നെ അറിയില്ല, ഒരു 60-70 പോകുമ്പോൾ തന്നെ വണ്ടി ഇങ്ങനെ ചാടിയാണ് പോകുന്നത്. അങ്ങനത്തെ ഒരു റോഡാണ് ഇതൊക്കെ. പിന്നെ ആകെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് വൈറ്റ് ഫീൽഡിലെ റോഡാണ്. പിന്നെ ഈ സൺഡേസിൽ വീക്കെൻഡ്സിൽ മാത്രം വണ്ടി എടുക്കുന്നതിൻ്റെ മെയിൻ കാരണം ട്രാഫിക് നല്ല കുറവായിരിക്കും. ഒരു ഹോണ്ടൻ്റെ NX 650 എന്താണ് അതിൻ്റെ മോഡൽ, എനിക്ക് പേര് കിട്ടുന്നില്ല. ഒരു അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. നമ്മൾ പറഞ്ഞു തന്ന വീക്ക് ഡേയ്സിൻ്റെ കാര്യം. വീക്ക് ഡേയ്സ് ആകുമ്പോൾ ഇവിടെ എല്ലാവരും ഓഫീസിലോട്ടൊക്കെ പോകാനുള്ള തിരക്കൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു റഷ് ഉണ്ടാവും. അത് ഈ വീക്കെൻഡ്സിൽ ഉണ്ടാവില്ല അങ്ങോട്ട് പോകുമ്പോൾ. പക്ഷേ നൈറ്റ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നൈറ്റ് വീക്ക് ഡേയ്സ് പോലെ നല്ല റഷ് എല്ലാ സ്ഥലത്തും ഉണ്ടാവും. കാരണം എല്ലാവരും കൂടെ ഔട്ടിങ്ങിനും ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങിയിട്ടുള്ള ഒരു റഷ് ഉണ്ടാവും. ഇന്നലെയൊക്കെ അതിൽ ഫുള്ള് പെട്ടൊരു വഴിക്കായിട്ടുണ്ട്. ഇവിടെ നല്ല രസമാട്ടോ. ആ ഒരു റോഡിൽ നടക്കുന്ന പല സംഭവങ്ങളും ഒരു സർക്കാസ്റ്റിക് മൈൻഡോടെ കണ്ടില്ല എന്ന് നടിച്ച് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ക്ഷമയുള്ള മൈൻഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ അടിപൊളിയാണ് ജീവിക്കാനും ട്രാഫിക്കിൽ നടക്കാനും. ഓരോരോ മണ്ടന്മാരുണ്ടാവും റോഡിൽ ഒക്കെ. അതിൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെ. നമ്മളിങ്ങനെ ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് സർവൈവ് ചെയ്ത് അല്ലെങ്കിൽ ഒരു അഡാപ്റ്റ് ചെയ്തിട്ടുള്ള രീതിയിലോട്ട് മാറും നമ്മുടെ ജീവിതം.
രസമാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ അൾട്രാ വയലറ്റ് 2 പുതിയ മോട്ടോർ സൈക്കിൾസ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഷോക്ക് വേവും ഒന്ന് ടെസറാക്റ്റും. അതിൽ ടെസറാക്റ്റ് ഒരു സൂപ്പർ ബൾക്കി ഒരു മാക്സി സ്കൂട്ടർ ഉണ്ടല്ലോ, ഒരു യമഹൻ്റെ എയറോക്സ് ഒക്കെ പോലത്തെ, അതുപോലത്തെ ഒരു ലുക്കും നമ്മുടെ ഫുട് ബോർഡൊക്കെ വെക്കാനുള്ള പ്രോപ്പർ സ്പേസും എല്ലാം കൂടെ ഉള്ള, എനിക്ക് ഭയങ്കരമായിട്ട് ഫസ്റ്റ് കാണലിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ ശരിക്ക് ആ സാധനം ലോഞ്ച് ഇവൻ്റ് ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരെ യാസി മുഹമ്മദ് ഉണ്ടല്ലോ, അപ്പോൾ മൂപ്പര സ്റ്റോറി കണ്ടിട്ടാണ് ഈ ഒരു മോഡൽ കണ്ടത്. ഫസ്റ്റ് സ്റ്റോറി തന്നെ ഈ സാധനം എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സ്പെക്ക് നോക്കി അൾട്രാ വയലറ്റിൻ്റെ വണ്ടിയാണെന്ന് മനസ്സിലായി. ആ സ്റ്റോറിയിൽ തന്നെ പ്രീ ബുക്കിംഗ് ലിങ്ക് ഉണ്ടായിരുന്നു. ഞാൻ ഒന്നും ആലോചിച്ചില്ല, 1 മിനിറ്റ് എന്തോ ആലോചിച്ചു, എന്നിട്ട് നേരെ പോയിട്ട് ഞാൻ പ്രീ ബുക്ക് ചെയ്തു. കാരണം അതിൻ്റെ പ്രൈസിങ്ങും പിന്നെ അൾട്രാ വയലറ്റ് ആയതുകൊണ്ടും ഞാൻ നേരെ ബുക്ക് ചെയ്തതാണ്. വേറെ ബ്രാൻഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യൂല. ഓല ആണെങ്കിലൊന്നും ഞാൻ 2 കൊല്ലത്തെ റിസർച്ച് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഓല എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി എടുക്കുമായിരിക്കും, പക്ഷേ അതൊക്കെ ഭയങ്കരമായിട്ടുള്ള എൻ്റെ മനസ്സിലൊക്കെ ഒരു പ്രജുഡിസ്ഡ് തോട്ട് വന്നു കഴിഞ്ഞാൽ അതൊക്കെ പോകാൻ ഭയങ്കര പാടാണ്. പിന്നെ ഇവിടെ ബാംഗ്ലൂരിലുള്ള അൾട്രാ വയലറ്റിൻ്റെ ഷോറൂമിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ആൾക്കാരുടെ പെരുമാറ്റവും പിന്നെ വണ്ടിയുടെ ക്വാളിറ്റിയും സാധനങ്ങളൊക്കെ ഞാൻ കണ്ടു. എനിക്ക് വണ്ടിയും ആ ഒരു ബ്രാൻഡൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് മുന്നും പിന്നും ആലോചിക്കാതെ ഞാൻ എടുത്ത് ബുക്ക് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഒരു ഫസ്റ്റ് 10,000 എന്തായാലും പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി എന്തായാലും കിട്ടുന്നത്, ഞാനിപ്പോൾ സെലക്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ ഒരു സ്റ്റെൽത്ത് മാറ്റ് ബ്ലാക്ക് കളറാണ്. എനിക്ക് ഒരു ബാറ്റ്മാൻ സ്കൂട്ടർ പോലെയാണ് തോന്നിയത് അത് കണ്ടിട്ട്. അതിൻ്റെ കോൺഫിഗറേഷനൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, പക്ഷേ ഇപ്പോഴല്ല. അത് Q4 ഓഫ് 2025, അതായത് 2025 അവസാനത്തെ ക്വാർട്ടറിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ചേഞ്ചൊക്കെ വരുത്താനുള്ള ഓപ്ഷൻ സൈറ്റിൽ വിസിബിൾ ആവുള്ളൂ. അതുവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കരീസ്മ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കാര്യം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ വന്നിട്ടുള്ള വേറൊരു മോഡലുണ്ട്, ഷോക്ക് വേവിൽ ഒരു പക്ക ഡേർട്ട് ബൈക്ക് പോലത്തെ ഒരു ലുക്കാണ്. അത് സംഭവമൊക്കെ അടിപൊളിയാണ്. 505 NM ടോർക്കൊക്കെ റിയർ വീലിൽ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇമാജിനേഷനിൽ ആ വണ്ടി ഇങ്ങനെ വെറുതെ കിടന്നിട്ട് ഇങ്ങനെ തലകുത്തി ഇങ്ങനെ മറിയും. മോൺസ്റ്റർ ട്രക്ക് ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ തലകുത്തി മറിയില്ല, അതുപോലെ കിടന്ന് തിരിയും. അപ്പോൾ അങ്ങനത്തെ സാധനം. ബട്ട് അതിൻ്റെ ഒരു യൂസ് കേസ് എനിക്കില്ല. ഞാനിപ്പോൾ ഓഫ് റോഡ് പോവുകയാണെന്നുണ്ടെങ്കിലും ജസ്റ്റ് കുറച്ചൊരു അത്യാവശ്യത്തിനുള്ള ചെയ്തു കഴിഞ്ഞാലും എൻ്റെ ഒരു കൊല്ലത്തിൽ ഒരിക്കലും അല്ലെങ്കിൽ 2-3 വട്ടമൊക്കെ ആയിട്ട് പോയാൽ ആയി, അല്ലെങ്കിൽ അതും ഇല്ല. ആ ഒരു യൂസ് കേസിന് വേണ്ടിയിട്ട് ഞാൻ ഷോക്ക് വേവ് എടുക്കുകയെന്ന് പറഞ്ഞാൽ എനിക്ക് മണ്ടത്തരമായിട്ട് തോന്നി. പക്ഷേ ടെസറാക്റ്റ് ഞാൻ യൂസ് ചെയ്യും. ടെസറാക്റ്റ് എനിക്ക് വേണം, അത് നിങ്ങളെനിക്ക് തരണം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വണ്ടി എടുക്കുന്ന കാര്യങ്ങൾ. അത് എന്തായാലും 2025 ജനുവരി ആ ഒരു സമയത്താണ് ഇതിൻ്റെ ഡെലിവറിയൊക്കെ നമുക്ക് കിട്ടുക. 1 കൊല്ലത്തോളം വെയിറ്റ് ചെയ്യേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. എനിക്ക് ആ ഒരു സാധനം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആഷിഖ് ബാനായ മനസ്സിൽ നിന്ന് ഒഴിവായിട്ട് ഇപ്പോൾ ട്രാഫിക് ബാനായ എന്നൊക്കെ വരുന്നത്. അയ്യോ, ഇവിടെ ഇങ്ങനെ ട്രാഫിക്കിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആകെ ഭ്രാന്ത് പിടിച്ച് പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഈ സൈഡിലുള്ള കരീസ്മ കൈ വണ്ടിയിലോട്ട് നന്നായിട്ട് നോക്കുന്നുണ്ട്. ഇവിടെ നല്ല രസമാണ്. ഇടയ്ക്ക് ട്രാഫിക്കിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ നോക്കി നിൽക്കും. ഇങ്ങോട്ടുള്ള ട്രാഫിക്ക് കത്തിക്കഴിഞ്ഞാൽ അപ്പുറത്തുള്ളവരും പോവും. ഇതൊക്കെ റിയർ ടയർ ഒന്ന് സ്ലിപ്പായി അവിടുന്ന്. നല്ല രീതിക്ക് ഞാൻ ത്രോട്ടിൽ കൊടുത്ത് നന്നായിട്ട് സ്ലിപ്പായി. ബാക്കിലുള്ളവരൊക്കെ കണ്ടിട്ടുണ്ടാവും. മിററിൽ നോക്കിയപ്പോൾ ഒരുത്തങ്ങനെ നോക്കി നിൽക്കണ്. നമുക്ക് ട്രാഫിക് ഗ്രീനാണ്. അപ്പോൾ ഇതൊക്കെയാണ് അൾട്രാ വയലറ്റിൻ്റെ കാര്യങ്ങൾ. നിങ്ങളുടെ ഈ അൾട്രാ വയലറ്റിൻ്റെ ബൈക്കിനെ പറ്റിയുള്ള ഒപ്പീനിയൻസൊക്കെ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക കേട്ടോ. കാരണം ഞാനൊന്ന് പ്രീ ബുക്ക് ചെയ്തതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എൻ്റെ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട്, നമ്മളെ RS ഒക്കെ ഉള്ളത്. അപ്പോൾ അവരും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ബിഗ് കമ്മ്യൂണിറ്റി ആയിരിക്കും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആ വണ്ടി. മേ ബി അടുത്ത കൊല്ലം ആ വണ്ടി ഇതുപോലെ എൻ്റെ കയ്യിലുണ്ടാവും. അത് നമുക്ക് അതിലൊക്കെ വ്ളോഗ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ. സൗണ്ടൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഞാനൊരു EV പേഴ്സണും അല്ല. എല്ലാവർക്കും അറിയാം ഞാനൊരു പെട്രോൾ ഹെഡാണ്. ഐ ലവ് ദി സൗണ്ട്, ഐ ലവ് ദി അഗ്രഷൻ, ഐ ലവ് ദി ഡോപ്പമീൻ, എവറിത്തിങ്, ദി അഡ്രിനാലിൻ, എവറിത്തിങ്. ബട്ട് സംടൈംസ് ഇൻ അവർ ലൈഫ് നമുക്ക് വല്ലാത്ത ഹാർഡായിപ്പോയി. നമുക്ക് ഹാർഡ് ഡെസിഷൻസ് എടുക്കേണ്ടി വരും. ഒന്ന് ഫ്യൂവൽ എക്സ്പെൻസും ഒക്കെ കൂട്ടിയിട്ടും അങ്ങനത്തെ കാര്യങ്ങളാണ്. ബാക്കി വണ്ടിയുടെ മെയിൻ്റെനൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. കാരണം ഇപ്പോഴത്തെ എൻ്റെ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ എൻ്റെ ലൈഫ് ചേഞ്ച് ആയത് വെച്ചിട്ട് എനിക്ക് നന്നായിട്ട് വണ്ടി ഓടിക്കാനുണ്ട്, എനിക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ 1-2 ലക്ഷം ഒരു വണ്ടിയിൽ മുടക്കി കഴിഞ്ഞാലും അതൊരു EV ആണെങ്കിൽ എനിക്കത് അറ്റ്ലീസ്റ്റ് ഒരു 2-3 കൊല്ലമൊക്കെ യൂസ് ചെയ്തിട്ട് അതെനിക്ക് മുതലാക്കാൻ പറ്റും. അങ്ങനെ ഒരു കേസ് കൂടെ EVക്ക് ഉണ്ട്. EVനോട് എനിക്ക് ആൾറെഡി വലിയൊരു സൈഡൊന്നുമില്ല, പക്ഷേ പ്രാക്ടിക്കൽ യൂസ് കേസ് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ്റെ ഫ്യൂച്ചറും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതാണ് എനിക്ക് ബെറ്ററായിട്ട് തോന്നുന്നത്. അതും ഞാൻ ചീപ്പായിട്ടുള്ള ലോക്കൽ ബ്രാൻഡ്സിൻ്റെ അടുത്തോട്ട് പോകില്ല. ഞാനത് ഏറ്റവും കൂടുതൽ നോക്കുന്നത് റിലയബിലിറ്റിയാണ്.
റിലയബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും ഹോണ്ടയിലോട്ട് പോയിക്കൂടെ. ഹോണ്ടയിലോട്ട് റിലയബിലിറ്റി മാത്രം വെച്ചിട്ട് എനിക്ക് പുഴുങ്ങി തിന്നാൻ പറ്റില്ല. ആ വണ്ടിക്ക് പർപ്പസും കാര്യങ്ങളും എനിക്ക് ആവശ്യമുള്ള ഫീച്ചേഴ്സും വേണം. അപ്പോൾ മെയിനായിട്ടുള്ള ഒന്ന് റിലയബിലിറ്റി ആയിരുന്നു. ഇന്ത്യൻ ബ്രാൻഡ് ആണെന്നറിയാം അൾട്രാവൈലറ്റ്, എന്നാലും അതിനൊരു ചാൻസ് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് മാത്രം ഇതിൽ ഒരു 10-40 സ്പീഡിൽ നമുക്ക് പോകാൻ പറ്റുന്നു. അല്ലെങ്കിൽ 2, 3, 4 സ്പീഡിൽ ഇങ്ങനെ അരിച്ച് അവിടെ ഇങ്ങനെ അരമണിക്കൂർ കൊണ്ട് എത്തും. അരമണിക്കൂറൊന്നും എടുക്കില്ല, ഒരു എക്സാജറേഷനാണ്. എന്നാലും ഒരു 5-10 മിനിറ്റ് എടുക്കും ഈ ഒരു ചെറിയ ഒരു 100-200 മീറ്റർ ഡിസ്റ്റൻസ് ഒക്കെ കവർ ചെയ്യാൻ. അത്രയും ബ്ലോക്കായിരിക്കും. ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ അടിപൊളിയാട്ടോ. ഇവിടെ ഇനിയും ഒരുപാട് സ്ഥലത്ത് മെട്രോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പർപ്പിൾ ലൈനൊക്കെ വരുന്നുണ്ട് ഞാൻ നിൽക്കുന്ന സ്ഥലത്തോട്ട്. പക്ഷേ അതൊക്കെ ബൈ ദി എൻഡ് ഓഫ് ദി ഇയർ അപ്പോഴേക്കൊക്കെ എനിക്ക് EV കിട്ടുമ്പോഴേക്കൊക്കെ മെട്രോ അവിടെ ആവുള്ളൂ. അപ്പം പിന്നെ 2 യൂസ് ഇല്ലാത്ത രീതിയിലാവും. എന്താവുമെന്ന് അറിയില്ല. എന്നാലും ഒരു പാഷൻ്റെ പുറത്ത് ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലെ ഷോക്ക് വേവ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്ന് അറിയില്ല. ഒരു പക്ക വെറും ഡേർട്ട് ബൈക്ക് സ്റ്റൈൽ, അതായത് വേറൊരു പർപ്പസിനും അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അതിൻ്റെ ഒരു ഡിസൈൻ. അത് ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു ഡേർട്ട് ബൈക്ക് ഡിസൈൻ തന്നെയാണ് എനിക്കറിയാം. പക്ഷേ വെൻ ഐ ലുക്ക് ഇൻ ടു തിങ്സ്, ഞാൻ ചില കാര്യങ്ങളിലോട്ട് നോക്കുമ്പോൾ, ഞാൻ ചില ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ അത് ഞാൻ പല രീതിയിൽ ഞാൻ കുറേ ആലോചിച്ചിട്ടാണ് ചില ഡിസ്റ്റൻസ് എടുക്കാറ്. ചില ബ്ലണ്ട് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഞാൻ ഒരു ബ്ലണ്ട് ടൂൾ പോലെയൊക്കെ ബിഹേവ് ചെയ്യും ചില സമയത്ത്, ബട്ട് നോട്ട് എവറി ടൈം. ബട്ട് മേജർ ഡിസ്റ്റൻസ് ഒക്കെ എടുക്കുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ക്യാമറ എടുക്കുന്നതാണ്. അത് വെച്ചിട്ട് ഞാനിപ്പോൾ എൻ്റെ കരിയർ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഞാൻ ആലോചിക്കും. അപ്പോൾ അങ്ങനെ പോലും ആലോചിക്കാതെ എടുത്തിട്ടുള്ളൊരു തീരുമാനമാണ് ശരിക്കും ടെസ്റാക്ട്. പക്ഷേ ഷോക്ക് വേവിന് ഞാൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല ഒരിക്കലും. കാരണം അതെനിക്കൊരു വേറൊരു പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു 100% കോൺഫിഡൻസ് എനിക്കുണ്ട്. ഞാനിപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ട്രിപ്പൊക്കെ പോകുന്നത് ഭയങ്കരമായിട്ട് റെയറാണ്. ഒരു ട്രിപ്പ് ഇവിടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഇംഗ്ലീഷിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഇവിടുത്തെ കന്നഡിഗാസിൻ്റെ ഒപ്പമാണ് പോയിട്ടുള്ളത്, ഇവിടുത്തെ ആൾക്കാരൊപ്പം. അപ്പോൾ അവരൊപ്പം പോകുമ്പോഴുള്ള വ്ളോഗ് ആയതുകൊണ്ട് അവർക്ക് കൂടെ മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് എൻ്റെ തപ്പി പിടിച്ചിട്ടുള്ള ഇംഗ്ലീഷിൽ ഞാനൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഈ വീഡിയോക്ക് ശേഷമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുക. ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് 9th മാർച്ചാണ്. ഇത് ശരിക്കും VR മാൾ, VR ബാംഗ്ലൂരു അങ്ങനെയൊക്കെ പറയും. ഇപ്പം കയ്യിൽ നിന്ന് പോയേനെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംഭവം കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ ബൈ.